ഹായ് എവ്രി വൺ, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് യോഗിക് പ്രാക്ടീസസ് ആണ്. അപ്പോൾ നമ്മൾ സാധന പാർട്ടിലോട്ട്, അതായത് ഫസ്റ്റ് പാർട്ടായിരുന്ന ഫിലോസഫി നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സാധന പ്രാക്ടീസസ്. സാധനയുടെ മീനിങ് പ്രാക്ടീസ് എന്നാണ്. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള നമ്മൾ പരിശീലിക്കാൻ പോകുന്ന പ്രാക്ടിക്കൽ വേർഷൻസിൻ്റെ തിയറി പോർഷൻസ് ആണ് നമ്മൾ ഇനി കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതോടൊപ്പം തന്നെ നമുക്ക് മാക്സിമം പ്രാക്ടിക്കൽ സെഷൻസും അറ്റൻഡ് ചെയ്യണം. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമുക്ക് ഓംകാരവും കൂടെ ശാന്തി മന്ത്രവും ചൊല്ലിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നട്ടിൽ നിവർത്തിയിരിക്കുക. ഷോൾഡർ അപ്പ് ആൻഡ് ബാക്ക്. കൈകൾ രണ്ടും ചിൻമുദ്രയിലേക്ക്, അതായത് നമ്മുടെ തമ്പും ഇൻഡെക്സ് ഫിംഗറും ടച്ച് ചെയ്തുകൊണ്ടുള്ള ചിൻമുദ്രയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ മലർത്തി വെക്കുക. ബ്ലിങ്ക് ആൻഡ് ക്ലോസ് യുവർ ഐസ് ആൻഡ് ടേക്ക് ഡീപ് ബ്രെത്ത് in and out. Inhale deeply, exhale completely. With every exhalation, relax your lower body. With every exhalation, relax your shoulders, relax your upper body. With every exhalation, connect with your breathing in and out. Come to this present moment. Be fully here and now. Now gently place your palms together in front of your chest in Namaskara Mudra. Inhale and start. सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामयाः, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखभाग् भवेत्. ॐ शान्ति शान्ति शान्तिः. Now slowly blink and open your eyes. Okay. അപ്പോൾ ഫൗണ്ടേഷൻ ഓഫ് യോഗിക് പ്രാക്ടീസസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് നമ്മൾ യോഗ ചെയ്യുന്നത്? ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള വെൽബീയിങ്ങിനാണ്. അപ്പോൾ യൂണിയൻ ഓഫ് മൈൻഡ്, സോൾ ആൻഡ് ബോഡി. അപ്പോൾ ഇത് മൂന്നിനെയും യോജിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ യോഗിക് പ്രാക്ടീസസ് ചെയ്യുന്നത്. ഈ 3 തരത്തിലുള്ള വെൽബീയിങ്ങിനും കൂടി വേണ്ടിയിട്ടാണ്. ഗോൾ ഓഫ് ലൈഫ് ഇൻ യോഗ എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിയാണ്, ലിബറേഷൻ. അതായത് ദുഃഖമില്ലാത്ത അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ പരമാത്മാവിലേക്ക്, അതായത് ജീവാത്മാവ് എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഉള്ളിലുമുള്ള ആ ഒരു ആത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുമ്പോൾ ലിബറേഷനിലെത്തി അവിടെ നമ്മൾ ഈ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഈ ഒരു സൈക്കിളിൽ നിന്ന് മോചിതരായി ആ ഒരു ദുഃഖമില്ലാത്ത എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലിസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്, എല്ലാവരുടെ ആത്മാവും നോക്കുന്നത് അങ്ങോട്ടാണ്. സോ അത്തരത്തിലുള്ള ലിബറേഷനാണ് ഗോൾ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. യോഗയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തി അല്ലെങ്കിൽ ലിബറേഷനാണ്. ഓക്കെ, അപ്പോൾ ഹഠയോഗ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ലാഡറാണ്, ഇതൊരു ചവിട്ടുപടിയാണ്. എന്തിലേക്കുള്ള ചവിട്ടുപടിയാണ്? രാജയോഗയിലോട്ടുള്ള ഒരു ചവിട്ടുപടിയാണ്, കോണിപ്പടിയാണ് ഹഠയോഗ എന്ന് പറയുന്നത്. ഹഠയോഗയിലൂടെ നമുക്ക് ഷഡ്കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ ബോഡി നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം, മൈൻഡ് ക്ലെൻസ് ചെയ്യാം. യമനിയമാസ് പറയുന്നുണ്ട്, അത് അഷ്ടാംഗ യോഗത്തിലാണ് യമനിയമാസ് പറയുന്നത്. ഇവയെല്ലാം കൊണ്ട് ബോഡിയും മൈൻഡും ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ പ്രാക്ടീസ് സാധനയിലോട്ട് കടക്കുന്നത്. അതായത് ആസന പ്രാക്ടീസ്, പ്രാണായാമം പ്രാക്ടീസ്, പ്രത്യാഹാരം പ്രാക്ടീസ്,
ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ ചെയ്ത് നമ്മൾ രാജയോഗയിലെത്തി ധാരണയും ധ്യാനവും സമാധിയും ഒക്കെ നമുക്ക് സ്വയംവരിക്കണമെങ്കിൽ, നമുക്ക് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഈ ഒരു ഹഠയോഗയിലൂടെ പ്രാക്ടീസസ് ചെയ്ത് വേണം മുന്നോട്ട് നീങ്ങാൻ. അപ്പോൾ രാജയോഗ എന്ന് പറയുന്ന അഷ്ടാംഗ യോഗയെ രാജയോഗയായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. യമ, നിയമ, ആസന, പ്രാണായാമ, അതിൽ വരുന്ന ധാരണ, ധ്യാന, സമാധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഹഠയോഗയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിസിക്കൽ ഡിസിപ്ലിനാണ് കിട്ടുന്നത്. ഷഡ്കർമ്മ ചെയ്യുന്നതോടുകൂടി, ആസനാസ് ചെയ്യുന്നതോടുകൂടി, പ്രാണായാമാസും ബദ്ധാസും മുദ്രാസും ഒക്കെ പ്രാക്ടീസ് ചെയ്തു വരുമ്പോൾ നമുക്ക് ആ ഒരു ഫിസിക്കൽ ഡിസിപ്ലിനാണ് വരുന്നത്. അത്തരത്തിലൊരു ഫിസിക്കൽ ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ പ്രിപ്പയർ ആവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ആവുന്നത്? മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, മെഡിറ്റേഷനിലോട്ട് കടക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ രാജയോഗയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. സോ അൾട്ടിമേറ്റ് എയിം, ഹഠയോഗയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡിസിപ്ലിനിൽ നിന്ന് മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ മാസ്റ്ററിയിലോട്ട് പോകണം. അതായത് ഫിസിക്കൽ, നമ്മുടെ ബോഡി യൂസ് ചെയ്തുകൊണ്ട്, ഈ ഏറ്റവും വലിയ ടൂള് നമുക്ക് തന്നിട്ടുള്ള ഈ ബോഡി യൂസ് ചെയ്തുകൊണ്ട് അതിനെ ഡിസിപ്ലിൻ ആക്കിക്കൊണ്ട് നമ്മൾ മെൻ്റൽ ആയിട്ടുള്ള മാസ്റ്ററി, നമ്മളായിരിക്കണം ആ ഒരു മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്. മൈൻഡ് നമ്മളായിരിക്കരുത് കൺട്രോൾ ചെയ്യുന്നത്. അത്തരത്തിൽ നമ്മൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നു. അതുവഴി നമ്മൾ സ്പിരിച്വൽ മാസ്റ്ററിയും കൈവരിക്കുന്നു. അതോടൊപ്പം നമ്മൾ സെൽഫ് റിയലൈസേഷനാണ് ചെയ്യുന്നത്. സ്വയം എന്താണ് ആക്ച്വലി ഉള്ള കാര്യം, സത്യം എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഫൗണ്ടേഷൻ പറയുമ്പോൾ ആദ്യം പറയുന്നൊരു കാര്യമാണ് പുരുഷാർത്ഥ ചതുഷ്ടയം എന്ന് പറയുന്നത്. പുരുഷൻ മീൻസ് നമ്മുടെ ആത്മാവ്, നമ്മുടെ ജീവാത്മാവ്. അർത്ഥം മീൻസ് പുരുഷൻ്റെ അർത്ഥം. പുരുഷാർത്ഥ, അതായത് അർത്ഥം മീൻസ് അതിൻ്റെ എസൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചതുഷ്ടയ മീൻസ് 4. അത്തരത്തിൽ 4 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ തൂൺ, അല്ലെങ്കിൽ മനുഷ്യനെ നിർവഹിക്കേണ്ട 4 കാര്യങ്ങളായിട്ട്, അല്ലെങ്കിൽ 4 എയിംസ് ഓഫ് ലൈഫ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മ, അർത്ഥ, കാമ ആൻഡ് മോക്ഷ. ധർമാർത്ഥ കാമ മോക്ഷാണ്. ഇത് 4ഉമാണ് പുരുഷാർത്ഥ ചതുഷ്ടയമായിട്ട് പറയുന്നത്. സോ ഇത്തരത്തിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ധർമ്മം ചെയ്ത് അതിൽ നിന്ന് അർത്ഥം നേടി നമുക്കുണ്ടാകുന്ന കാമങ്ങൾ, അതായത് വിഷസൊക്കെ പൂർത്തിയാക്കി വേണം മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കാനായിട്ട്. സോ ധർമ്മ എന്ന് പറയുന്നത് റൈച്ചസ് ആയിട്ടുള്ള നമ്മുടെ ഡ്യൂട്ടിയാണ്. അർത്ഥ എന്ന് പറയുന്നത് അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട സമ്പത്ത്, മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയും സക്സസ്സും അതിന് അർത്ഥമെന്ന് പറയാം. നമുക്ക് കിട്ടുന്ന റിക്കഗ്നിഷൻ അല്ലെങ്കിൽ സക്സസ്സും നമുക്ക് കിട്ടുന്ന സമ്പാദ്യം, ആ സമ്പാദ്യം മെറ്റീരിയലിസ്റ്റിക് ആവാം. അതേസമയം സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മൾ നേടുന്ന അറിവുമാകാം. കാമ എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈർസ്, നമ്മുടെ എൻജോയ്മെൻറ്റ്. നമുക്കൊരു വിഷസ് ഉണ്ട്. നമ്മൾ ഈ ഒരു മനുഷ്യ ശരീരത്തിൽ മനുഷ്യനായിട്ട് ഇവിടെ ജനിക്കുന്നതിന് കാരണം തന്നെ വിഷസ് ഉണ്ടാകും. അതുണ്ടാക്കിയ വിഷസൊക്കെ പൂർത്തീകരിക്കുക. അതിലൂടെയാണ് മോക്ഷം നമുക്ക് കൈവരിക്കുന്നത്. ലിബറേഷൻ ആൻഡ് സ്പിരിച്വൽ ഫ്രീഡമാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ ആൻഡ് അർത്ഥ. പുരുഷ മീൻസ് സ്പിരിറ്റ്, അർത്ഥ മീൻസ് ഫോർ ദ സേക്ക് ഓഫ്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പുരുഷൻ നിൽക്കുന്നത് ഇവിടെ? ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ റിഫേഴ്സ് ടു പർസ്യൂട്ട് എയിംഡ് അറ്റ് ദ സ്പിരിറ്റ് ഓർ ഇമ്മോർട്ടൽ സോൾ. ഇനി അർത്ഥ ആൻഡ് കാമ ആർ അണ്ടർ ധർമ്മ സൂപ്പർവിഷൻ, എയിം ടുവേഴ്സ് മോക്ഷ. അതായത് ഈ 4 നമ്മൾ പാലിക്കണമെങ്കിലും 4 വഴിക്കല്ല പാലിക്കേണ്ടത്. അർത്ഥവും കാമവും ധർമ്മത്തിനനുസരിച്ച് വേണം നമ്മൾ നേടാൻ. അതായത് നമ്മുടെ ധർമ്മം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഫൈൻഡ് യുവർ പർപ്പസ് ഫസ്റ്റ്. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റീസാണ്, ഓരോ ഇഷ്ടങ്ങളാണ്, ഓരോ DNA ആണ്. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നമ്മൾ ഇന്നലെ വൈശേഷിക ദർശനത്തിൽ പഠിച്ച പോലെ എല്ലാവർക്കും പെക്യുലർ ആയിട്ടുള്ള ഓരോ ഗുണാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം അനുസരിച്ച് തൻ്റെ ധർമ്മം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആ ധർമ്മം ചെയ്ത് വേണം അർത്ഥം കാക്ഷിക്കാൻ. അപ്പോൾ ആ ഒരു അർത്ഥം അതുവഴി നമ്മൾ സമ്പാദിച്ചതിന് ശേഷം ആ അർത്ഥത്തിൽ നിന്ന് വേണം നമ്മൾ നമ്മുടെ വിഷസ് ഫുൾഫില്ല് ചെയ്യാനായിട്ട്. അതാണ് ഇവിടെയുള്ള ബന്ധം. ധർമ്മത്തിൻ്റെ അണ്ടറിലായിരിക്കണം ആ ഒരു അർത്ഥം കാക്ഷിക്കാനും ആ ഒരു കാമം നേടാനും. ഇനി അങ്ങനെയാണ് നമ്മൾ മോക്ഷത്തിലേക്ക് എത്തുക. ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടുകയുള്ളൂ. ധർമ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് വേദാസിൽ 2 പറയുന്നുണ്ട്.
വർണ്ണ ആശ്രമ ധർമ്മമുണ്ട്, സാമാന്യ ധർമ്മവുമുണ്ട്. അതായത് സാമാന്യ ധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലി പാലിക്കേണ്ട കുറച്ച് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളാണ് അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്ന് പറയുന്ന കാര്യം. അതെന്താണ് പറയുന്നത്? നമ്മുടെ പതഞ്ജലി യോഗ സൂത്രത്തിൽ പറയുന്നത് 5 യമാസാണ്. ആ യമാസിനെ നമുക്കിവിടെ സാമാന്യ ധർമ്മമായിട്ട് എടുക്കാം. അതായത് ഹിംസിക്കാതിരിക്കുക, മനസ്സ വാച കർമ്മണ, നമ്മൾ ഒരു വസ്തുവിനെയോ ഒരു ജീവജാലങ്ങളെയോ ഒന്നിനെയോ ഹിംസിക്കാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക. അതാണ് സാമാന്യധർമ്മത്തിൽ വരുന്നത്. സത്യം പറയുക, മറ്റുള്ളവരുടെ മുതൽ ആഗ്രഹിക്കാതിരിക്കുക, പിടിച്ചു പറിക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള സാമാന്യമായിട്ടുള്ള ധർമ്മങ്ങൾ ആദ്യം ചെയ്യാം. പിന്നെ പറയുന്നത് വർണ്ണ ആശ്രമ ധർമ്മമാണ്. അതായത് സ്പെസിഫിക് ടു വർണ്ണ ആൻഡ് ആശ്രമ. വർണ്ണ എന്താണ്, ആശ്രമം എന്താണെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം. ദെൻ അർത്ഥം പറയുന്നത് മെറ്റീരിയൽ പൊസിഷൻ ആണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സമ്പത്ത് നമുക്ക് വേണം. സൂപ്പർവൈസ്ഡ് ബൈ ധർമ്മ, ധർമ്മത്തിൽ നിന്നുണ്ടാക്കിയ, മുസ്ലിംസ് പറയുകയാണെങ്കിൽ ഹലാലായിട്ടുള്ള പണം, അത് നമ്മൾ ഉണ്ടാക്കണം. ഇനി കാമ എന്ന് പറയുന്നത് സെൻഷ്യസ് പ്ലഷർ ആണ്. എത്തിക്കലി റെഗുലേറ്റഡ് ബൈ ധർമ്മ, നമ്മൾ ധർമ്മം യൂസ് ചെയ്ത് തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു അർത്ഥം കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാമം ഫുൾഫില്ല് ചെയ്യണം. അത്തരത്തിൽ നമുക്ക് സ്പിരിച്വൽ ലിബറേഷൻ, ദ അൾട്ടിമേറ്റ് ഗോളിലോട്ട് എത്തണം. ഇത്രയും 4 കാര്യങ്ങളാണ് ഒരു പുരുഷൻ ചെയ്യേണ്ടത്. ഇനി എന്താണ് വർണ്ണ ആശ്രമ ധർമ്മം നമുക്ക് നോക്കാം. വർണ്ണധർമ്മം എന്ന് പറയുന്നത്, വർണ്ണം എന്ന് പറയുന്നതിനെ കാസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഈ ഒരു കാസ്റ്റ് പറയുന്നതിന് ഒരു അർത്ഥമുണ്ടായിരുന്നു. 4 കാസ്റ്റായിട്ടാണ് പറയുന്നത്: ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. അപ്പോൾ ഈ 4 വർണ്ണക്കാർക്കും ഓരോ പ്രത്യേകതയുണ്ട്. അതായത് ബ്രാഹ്മിൻസ് ചെയ്യുന്നത് വേദപഠനമാണ്. ഓക്കെ. പിന്നെ ക്ഷത്രിയാസ് ചെയ്യുന്നത് ഒരു വാരിയേഴ്സാണ്, റൂളേഴ്സാണ്. വൈശ്യാസ് ചെയ്യുന്നത് മെർച്ചൻ്റാണ്, ബിസിനസ്സുകാരാണ് വൈശ്യാസ്. ശുദ്രാസ് എന്ന് പറയുന്ന ആർട്ട് വർക്കിലേക്ക് ഫോക്കസ് ചെയ്യുന്നവരെയാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബ്രാഹ്മിൻസ് ആയിട്ടുള്ള ആൾക്കാർ ധർമ്മം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ നോളജ് പകർത്ത് കൊടുക്കാനും റിച്വൽസ് ചെയ്യാനും ധർമ്മത്തിലേക്ക് ഗൈഡൻസ് ചെയ്യാനുമാണ് അവരുടെ ധർമ്മം. അതായത് അവർ ടീച്ച് ചെയ്യിക്കുക, അവർ പ്രീസ്റ്റ് ആവുക, അവർ ആ ഒരു റിച്വൽസ് കാര്യങ്ങളൊക്കെ ചെയ്യിക്കുക. അതാണ് ബ്രാഹ്മിൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരാൾ തൻ്റെ ജീവിതം ഏറ്റെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ പേഴ്സണാലിറ്റി കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ബ്രാഹ്മണരാണ്. ഇനി ക്ഷത്രിയാസ് ആണെങ്കിൽ അവർ വാരിയേഴ്സാണ്. അവർ ചെയ്യേണ്ട ധർമ്മം യുദ്ധം ചെയ്യുക, റൂൾ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, ഗവൺമെൻറ് ഡ്യൂട്ടീസ് ചെയ്യുക, സൊസൈറ്റീനെ കറക്റ്റായിട്ട് നോക്കി കൊണ്ടുവരിക, പൊളിറ്റിക്കൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുക. അത്തരത്തിൽ ഒരു കാര്യം ചെയ്തു വരുന്ന ഒരു ക്ഷത്രിയാസാണ്. ഇനി മെർച്ചൻസ് ആൻഡ് ട്രേഡേഴ്സ് റെസ്പോൺസിബിൾ ഫോർ കൊമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ. അപ്പോൾ ഇത്തരത്തിൽ അഗ്രികൾച്ചർ ചെയ്യുന്ന ആൾക്കാർ, അത് വിൽക്കുന്ന കച്ചവടത്തിൽ ഏർപ്പെടുന്നവർ, അവരൊക്കെ വൈശ്യാസാണ്. ഇനിയുള്ളത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ചെറിയ ചെറിയ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇതിൽ ആർട്ട് വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ആർട്ട് വർക്ക് കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ സഹായം തന്നെയാണ് ചെയ്യുന്നത്. ചെറിയ സഹായമല്ല, ആക്ച്വലി അത് വലിയ സഹായം തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഫുഡ് കൊടുത്ത് നമ്മുടെ ബോഡിയെ പോഷിപ്പിക്കുന്നത് പോലെ തന്നെ ആർട്ട് കൊണ്ട്, നമ്മുടെ കല കൊണ്ട് നമ്മുടെ മനസ്സിനെ പോഷിപ്പിക്കാൻ പറ്റും. അപ്പം മനസ്സിനുള്ള ഫുഡാണ് കല എന്ന് പറയുന്നത്. അത് ശുദ്രാസൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോരുത്തരുടെ ധർമ്മം എന്താണെന്ന് വിലയിരുത്തി ആ ഒരു ധർമ്മം പാലിക്കപ്പെടണം. ഇനി എന്താണ് ആശ്രമം എന്ന് നോക്കാം. ആശ്രമം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ സ്റ്റേജസ് ഓഫ് ലൈഫ്, അതിനെയാണ് ആശ്രമം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഹോൾ ലൈഫിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ബ്രാഹ്മണാചാര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ ആൻഡ് സന്യാസ. എന്താണ് ബ്രാഹ്മണാചാര്യ? ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫാണ് ബ്രാഹ്മണാചാര്യൻ. അവർ വേറൊന്നും ചിന്തിക്കാൻ പാടില്ല, ബ്രഹ്മാവിനെ സ്തുതിക്കുകയും കൂടെ ബ്രഹ്മാവിനെ അറിയാൻ വേണ്ടി പഠിക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫാണ്, ലേണിംഗ് ആണ് അവരുടെ ധർമ്മമായിട്ട് വരുന്നത്. ലേണിംഗ് സ്റ്റേജാണ് ബ്രഹ്മാചാര്യ. ഇനി ഗൃഹസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ കല്യാണം കഴിച്ചു, ഒരു വീടിനെ മെയിൻറ്റെയിൻ ചെയ്ത് കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്ത് ഹൗസ് ഹോൾഡർ ആയിട്ടുള്ള ലൈഫാണ് ഗൃഹസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പർസ്യൂവിങ് അർത്ഥ ആൻഡ് കാമ, നമുക്ക് കിട്ടേണ്ട അർത്ഥം നമ്മളത് ധർമ്മം വെച്ചിട്ട് ഉണ്ടാക്കുക, അതിൽ നിന്ന് നമ്മുടെ കാമങ്ങൾ നിറവേറ്റുക. അതാണ് ഈ ഒരു ഗൃഹസ്ഥ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടത്. സ്റ്റുഡൻസ് ലൈഫിൽ നമ്മൾ നമ്മുടെ പെർസ്യൂട്ട് എന്താണെന്ന് ആ ഒരു ലൈഫിൽ തന്നെ കണ്ടെത്തിയിരിക്കണം. ലേണിംഗ് ധർമ്മ, അത് കഴിഞ്ഞ് പെർസ്യൂവിങ് അർത്ഥ ആൻഡ് കാമ.
ഇനി വാനപ്രസ്ഥ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു 50 വയസ്സ് കഴിഞ്ഞ് ഈ ഗൃഹസ്ഥമൊക്കെ കഴിഞ്ഞ് കൊച്ചുമക്കളെയൊക്കെ കണ്ട് റിട്ടയർഡ് ആവുന്ന ആ ഒരു സമയം, റിട്ടയർഡ് ലൈഫിനെയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. സോ ഈ ഒരു സമയത്ത് പ്രിപ്പറേഷൻ ഫോർ മോക്ഷയാണ് നമ്മൾ നോക്കേണ്ടത്. എങ്ങനെയൊക്കെയാണ് നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടുന്നത്, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് ചെയ്യേണ്ടത്. 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു 80 വയസ്സ് അതിന് മുകളിലേക്ക് നമ്മൾ സന്യാസം സ്വീകരിക്കണം എന്ന് പറയും. സന്യാസ സ്റ്റേജിൽ റിനൗൺസ്ഡ് ലൈഫാണ് അത്. സീക്കിംഗ് മോക്ഷ, ഈ സമയത്ത് നമ്മൾ മോക്ഷം കിട്ടാൻ വേണ്ടി തന്നെ നിൽക്കണം. സോ അത്തരത്തിൽ 4 തരത്തിലുള്ള ആശ്രമാസാണ് പറയുന്നത്. അപ്പം ഈ ആശ്രമം വെച്ചിട്ട് നമുക്ക് ഓരോ ധർമ്മമുണ്ട്, നമ്മുടെ വർണ്ണം വെച്ചിട്ട് നമുക്ക് ഓരോ ധർമ്മമുണ്ട്. ഗാന്ധിജിയെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനും ആയിരുന്നു, അതേസമയം ഒരു സന്യാസിയുമായിരുന്നു. അദ്ദേഹം മോക്ഷപ്രാപ്തിക്കും അർദ്ധത്തിനും വാല്യൂ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ വാല്യൂസ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യൻ വാല്യൂസിനെ ബാലൻസ് ചെയ്യിക്കുന്നത് ഈ ഒരു അർത്ഥവും മോക്ഷവും കൂടെയുള്ള ആ ഒരു പാത്വേ ആണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു പാത്വേയിൽ സഞ്ചരിച്ച മഹാനാണ് നമ്മുടെ മഹാത്മാഗാന്ധിജി. നമുക്ക് ഈ ഒരു ലീനേജ് ഓഫ് നമ്മുടെ യോഗിക് മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹഠയോഗിയുടെ പാരമ്പര്യമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവരും ഫിസിക്കൽ പ്യൂരിഫിക്കേഷനെയും കൺട്രോൾ ഓഫ് ബ്രെത്തിനെയൊക്കെ കൂടുതൽ വാല്യൂ ചെയ്തിരുന്നു, അത് മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ എന്താണ് ഹഠയോഗിയും രാജയോഗിയും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയേണ്ട കാര്യം, ഹഠയോഗി എന്ന് പറയുന്നത് രാജയോഗിയിലോട്ടുള്ളൊരു പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് എന്നുള്ള കാര്യം പറയേണ്ടതുണ്ട്. ഇനി ഹഠയോഗ എംഫസൈസ് ചെയ്യുന്നത്, ഊന്നി പറയുന്ന കാര്യം ഫിസിക്കൽ പ്യൂരിഫിക്കേഷനാണ്. നമുക്ക് അത്യാവശ്യമായിട്ട് ഈ ഒരു മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ഡിസിപ്ലിന് പ്രിപ്പറേഷനായിട്ട് കൊടുക്കുക. നമ്മൾ എന്തായാലും ഫിസിക്കൽ പ്യൂരിഫിക്കേഷൻ തന്നെ ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതേസമയം രാജയോഗ ഫോക്കസ് ചെയ്യുന്നത് മൈൻഡിനും സ്പിരിച്വൽ പ്രാക്ടീസിനുമാണ്. കൂടുതൽ ഇൻറ്റേർണലി ഉള്ള തിങ്സിനാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. എക്സ്റ്റേണലി ഉള്ള തിങ്സിനെ ഫോക്കസ് ചെയ്യുന്നത് ഹഠയോഗിയിലാണ്. സോ നമ്മുടെ രാജയോഗ ആണ് മെഡിറ്റേഷനും സെൽഫ് റിയലൈസേഷനും എയിം ചെയ്യുന്നത്. ഹഠയോഗിയിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ 16th വേഴ്സ് പറയുന്ന കാര്യം സാധക തത്വവും ബാധക തത്വവും ഉണ്ടെന്നാണ്. അതായത് സാധക തത്വമുള്ള ഒരാൾക്ക് അയാളുടെ വഴിയിൽ യാതൊരു ബുദ്ധിമുട്ടുകളും അയാൾ നേരിടേണ്ട ആവശ്യം വരില്ല. കറക്റ്റായിട്ടുള്ള ഒരു യോഗിക്ക് അല്ലെങ്കിൽ സക്സസ് ആയിട്ട് ജയിക്കുന്ന ഒരു യോഗിക്ക് ഉണ്ടാകുന്ന ഒരു 6 ഗുണങ്ങളെയാണ് സാധക തത്വം എന്ന് പറയുന്നത്. ഇത് സാധിപ്പിക്കാൻ, അതായത് സക്സസ്സിലേക്ക് എത്തിക്കാനാണ് ഉതകുന്നത്. ഇനി ബാധക തത്വമാണെങ്കിൽ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്, അത് ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരം 6 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരാളുടെ വഴി മുടങ്ങപ്പെടും. ഇത്തരത്തിൽ സാധക തത്വങ്ങൾ എന്തൊക്കെയാണ്, ക്വാളിറ്റീസ് എസെൻഷ്യൽ ഫോർ എ സക്സസ്ഫുൾ പ്രാക്ടീഷണർ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉത്സാഹം, സാഹസം, ധൈര്യം, തത്വജ്ഞാനം, ദൃഢനിശ്ചയം ആൻഡ് ജനസംഘ പരിത്യാഗം. ഉത്സാഹം എന്ന് പറഞ്ഞാൽ എന്തൂസിയാസം, സാഹസം ബ്രേവറിയാണ്. ധൈര്യം ഇവിടെ പറയുന്നത് പേഷ്യൻസിനെയാണ്, പേഷ്യൻ്റ് ആയിട്ടിരിക്കുക, ക്ഷമയോടെ ഇരിക്കുക. തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ പുരുഷനെയും പ്രകൃതിനെയും കുറിച്ചിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് പുരുഷ പ്രകൃതി അവർ തമ്മിലുള്ളത്, ആ ഒരു സാങ്കേദർശനത്തിൽ പറയുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ സെൽഫിനെ കുറിച്ചും നോൺ സെൽഫിനെ കുറിച്ചും, എന്താണ് നിത്യം അനിത്യം എന്നുള്ള കാര്യത്തിനെ പറ്റിയുള്ള എറ്റേണൽ ആയിട്ടുള്ള നോൺ എറ്റേണൽ ആയിട്ടുള്ള തിങ്സിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് തത്വജ്ഞാനത്തിൽ വരുന്നത്. തത്വത്തിനെ കുറിച്ചുള്ള ജ്ഞാനം. ഇനി ദൃഢനിശ്ചയം എന്താണെന്ന് വെച്ചാൽ അൺവേവറിങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ വേണം. ഇത് നേടിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ നേടിയെടുക്കും എന്ന് പറയുന്ന ആ ഒരു ഡിറ്റർമിനേഷനാണ് ദൃഢനിശ്ചയം എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് ജനസംഘ പരിത്യാഗമാണ്. അതായത് പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പോവാതിരിക്കുക. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യാം. എന്താണ് ഉത്സാഹം? എന്തൂസിയാസമാണ് ഉത്സാഹം. അപ്പോൾ ഒരാൾക്ക് വേണ്ട പ്രധാനപ്പെട്ടൊരു ക്വാളിറ്റിയാണ് ഉത്സാഹത്തോടെ ഇരിക്കുക, ഉത്സാഹത്തോടെ പഠിക്കുക എന്നുള്ള കാര്യം. സോ മോസ്റ്റ് സ്റ്റുഡൻസ് ഷോസ് എ ലോഡ് ഓഫ് എന്തൂസിയാസം വെൻ ദേ ആർ സ്റ്റാർട്ടിങ്. അതിനെ ആരംഭശൂരത്വം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ, പറഞ്ഞ് കളിയാക്കാറുള്ളൊരു കാര്യമാണത്. പക്ഷെ ആ ഒരു ആരംഭശൂരത്വമാണ് നമ്മളെ മുന്നിലോട്ട് നയിക്കുന്നതും. ആ ഒരു ശൂരത്വം മുന്നോട്ട് തന്നെ എപ്പോഴും ഉണ്ടാകാനും കൂടി ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫിസിക്കലിയും മെൻ്റലിയും ഒരുപാട് പ്രാക്ടീസ് വേണ്ട ഒരു സ്ഥലമാണ് യോഗിക് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം യോഗിക് പ്രാക്ടീസ് നമ്മൾ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഉത്സാഹമൊക്കെ നമ്മൾ കാണിക്കണം, അതിനുള്ള ഉത്സാഹം ഉണ്ടായിരിക്കണം.
സോ ആ ഒരു രീതിയിൽ നമ്മൾ ഉത്സാഹത്തോടെ നിന്ന് നമ്മൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള, അതായത് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന മറ്റുള്ള ആൾക്കാരെ നമ്മളങ്ങനെ അട്രാക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ആ ഒരു ഗ്യാതറിങ്ങിലൂടെ, ആ ഒരു സത്സംഗത്തിലൂടെ നമുക്ക് വീണ്ടും ആ ഉത്സാഹത്തിനെ കൂട്ടാൻ പറ്റും. സോ എന്തൊക്കെയാണ് ഈ ഒരു പ്രാക്ടീസ് ലീഡ് ചെയ്യുന്നത്, എവിടേക്കാണ് ഒരു പ്രാക്ടീസ് നമ്മൾ എന്തായാണ് തീരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൈഫ് കോച്ച് ആകാൻ പറ്റും. റിക്കഗ്നിഷൻ കിട്ടും, ഫെയിം കിട്ടും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നല്ല തരത്തിലുള്ള ജോയ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെൽഫ് റിയലൈസേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. രണ്ടാമത് പറയുന്നത് സാഹസം, ബ്രേവറിയാണ്. അപ്പം എന്തിനാണ് ബ്രേവറി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആസനാസ് ചെയ്യുന്നുണ്ട്, ക്രിയാസ്, പ്രാണായാമം, ഈ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബയോളജിക്കൽ ഫങ്ഷനിങ് കറക്റ്റായിട്ട് വരികയും നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ബ്രേവറി വരികയും ചെയ്യും. ആ ഒരു ബ്രേവറി കീപ്പ് ഓൺ നമ്മൾ ഓൺ ചെയ്ത് വെക്കണം. ഓക്കെ, അങ്ങനെ രീതിയിൽ നമുക്ക് ആ മൈൻഡ് സെറ്റ് കവർ ചെയ്ത് എന്ത് തടസ്സങ്ങൾ വന്നാലും അതിനെ നേരിട്ട് മുന്നോട്ട് നീങ്ങാൻ ആസം നമുക്ക് ഉണ്ടാകും. അപ്പോൾ പിന്നീട് മുന്നോട്ടുള്ള ഹയർ സാധനാസ്, അതായത് മുന്നോട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ബ്രേവറി തന്നെ നമുക്ക് മുന്നിട്ട് നിൽക്കണം. എങ്കിലേ നമുക്ക് ആ ഒരു ഡീപ്പറായിട്ടുള്ള സ്പിരിച്വൽ പ്രാക്ടീസിലോട്ടൊക്കെ കടക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പല തടസ്സങ്ങളും വരും. ഈ പറയുന്ന പോലെ തന്നെ പതഞ്ജലി യോഗ മഹർഷി 4 പാദങ്ങളിൽ 3ാമത്തെ പാദം വിഭൂതി പാദം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വിഭൂതമാകുന്ന ഓരോ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സിദ്ധീസ്, ആ സിദ്ധീസൊക്കെ തടസ്സമായിട്ട് വരും നമുക്ക്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ട, അത്തരം സിദ്ധികൾ ഒരു തടസ്സമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹസികത നമുക്ക് വേണം, ഒരു ബ്രേവറി നമുക്ക് വേണം. അതിനെ നമ്മൾ നേരിടണം, അതിനെയും വെച്ച് നമ്മൾ നേരിടണം, അതിനും അപ്പുറം നമ്മൾ എത്തണം. ഇതല്ല കാര്യം, അത് കൺട്രോൾ ചെയ്യാനും അതിനപ്പുറം നമ്മൾ എത്തിപ്പെടാനും നമുക്ക് സാധിക്കണം. പിന്നെ ഹഠയോഗിയിൽ പറയുന്നത്, സംടൈംസ് നമുക്ക് പല കൺഫ്യൂഷൻസ് വരാം, പല ഇല്യൂഷൻസ് വരാം, പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സും വരാം. അപ്പോൾ അത്തരം മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ നമ്മൾ അവിടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മനസ്സിലാക്കി അതിൻ്റെ മുഴുവനായിട്ടുള്ള നോളജ് മനസ്സിലാക്കുക. അത്തരത്തിൽ മുഴുവനായിട്ടുള്ളൊരു നോളജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ തീർന്നു കിട്ടും, മിസ്അണ്ടർസ്റ്റാൻഡിങ് തീർന്നു കിട്ടും. അതുവഴി നമുക്ക് ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. ഇനി എന്താണ് ബ്രേവറിയും ഫ്രെജൈലായിട്ടുള്ള ഈഗോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ബ്രേവറി ഉള്ള ഒരാൾക്ക് നല്ല സെൽഫ് റിഫ്ലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക, ഹോണസ്റ്റി ഉണ്ടാകും. അതവരെ സെൽഫ് അപ്രീഷിയേഷൻ, നമ്മളെ തന്നെ ഒരു ഉള്ളിൽ നിന്ന് നമ്മളെ തന്നെ അനുമോദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആസ്പെക്റ്റിലോട്ട് കൊണ്ടെത്തിക്കുന്നതാണ് ബ്രേവറി. ഒരു ഡിവൈനിലോട്ട് സറണ്ടർ ചെയ്യുക, ഡുവാലിറ്റി, അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരൊറ്റ എനിക്കിതാണ് തീരുമാനം, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആ ഒരു ബ്രേവറി നമുക്ക് വരണമെങ്കിൽ നമ്മൾ ആ ഒരു ഡിവൈനിലോട്ട് തന്നെ നോക്കുകയും അതിലേക്ക് സറണ്ടർ ചെയ്യുകയും ചെയ്യുക. അങ്ങനെയുള്ള ഡുവാലിറ്റി ഉള്ള, അതായത് ഡുവാലിറ്റി ഇല്ലാത്ത ആ ഒരു ആസ്പെക്റ്റിനെയാണ് ബ്രേവറി എന്ന് പറയുന്നത്. ഫ്രെജൈൽ ഈഗോ എന്ന് പറയുന്നത് അത് കുറച്ച് സമയത്തേക്ക് മാത്രം വരുന്ന ഒരു ത്വര എന്ന് പറയാം, ഒരു ഹാഫ് നോളജ് കൊണ്ടാണ് സംഭവിക്കുന്നത്. ആ മുറിയായിട്ടുള്ള അറിവ് മാത്രമുള്ളവൻ അവർ ഫിയറിൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുക, ജലസി കൊണ്ടായിരിക്കും ഇങ്ങനെ വേണം ആ ഒരു ശൂരത്വം കാണിക്കുക. ആ ഒരു ഐഡിയ, ഒരു പ്ലാനിങ്ങും ഒരു ഐഡിയയും ഇല്ലാതെ നമ്മൾ ആ അത്തരത്തിലുള്ള മിയർ ജലസി കൊണ്ടും ഫിയർ കൊണ്ടും ഒരു തീരുമാനം എടുത്ത് ആ ഒരു ശൂരത്വത്തിൽ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഉണ്ടാവുന്നത് സഫറിങ്ങും പെയിനും മാത്രമായിരിക്കും. അപ്പോൾ കറക്റ്റ് ബ്രേവറി തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് പറയുന്നത് പേഷ്യൻസിനെ കുറിച്ചാണ്, ധൈര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ധൈര്യം എന്തിനാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആവശ്യം എന്ന് നോക്കാം. സോ ഇത്തരം പ്രാക്ടീസുകൾ ഓരോന്നും ചെയ്യുമ്പോഴും, നമ്മളിപ്പോൾ ആസന പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആയിരുന്നാലും ഇറ്റ് വിൽ ടേക്ക് ടൈം. നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങൾ വരണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മുടെ ബോഡി അഡാപ്റ്റബിൾ ആണ്. അപ്പോൾ ഓരോ ആസന കൊടുക്കുമ്പോഴും ഓരോ മസിൽസിനും ടെൻഡൻസിനും ഒക്കെ ആ ഒരു അഡാപ്റ്റബിലിറ്റി വന്ന് ഒരു പെർട്ടിക്കുലർ 5 ദിവസത്തെ പ്രാക്ടീസ് മിനിമം എടുത്ത ഒരാൾക്ക് മാത്രമേ നല്ല രീതിയിലുള്ളൊരു ഫ്ലെക്സിബിലിറ്റി കുറച്ചെങ്കിലും കൂടിയെന്നുള്ള രീതിയിൽ തോന്നുന്നുള്ളൂ. അങ്ങനെ ഓരോ പ്രാക്ടീസിൽ, ആസനയിലായിരുന്നാലും പ്രാണായാമത്തിലായിരുന്നാലും പ്രത്യേകിച്ച് മെഡിറ്റേഷനിലായിരുന്നാലും നമുക്ക് ആ ഒരു പേഷ്യൻസി വളരെ അത്യാവശ്യമാണ്. നമുക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ച് തരാൻ പറ്റും, പക്ഷെ അത് പഠിക്കുക, അത് മനസ്സിലാക്കിയെടുക്കുക, അത് ഓരോരുത്തരുടെ പ്രോസസ്സിങ്ങിലോട്ട് വരുന്ന കാര്യമാണ്.
പേഷ്യൻസോട് കൂടിയത് എനിക്ക് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങൾ, അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് അടിത്തട്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ തന്നെ കിടക്കും. ചിലപ്പോൾ അതിനുള്ള ആൻസർ ആര് പറഞ്ഞാലും, നിങ്ങൾക്ക് ഏത് തരത്തിൽ പറഞ്ഞു തന്നാലും നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അത് സമയമെടുത്ത് ഓരോ എക്സ്പീരിയൻസിലൂടെ അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്ന ആ ഒരു അറിവ് പിന്നെ പോകത്തുമില്ല. അപ്പോൾ ഏതൊരു കാര്യത്തിലായിരുന്നാലും, പഠനത്തിനായിരുന്നാൽ പോലും നമ്മൾ ആ ഒരു പേഷ്യൻസോട് കൂടി തന്നെ പഠിക്കണം. ഏത് തരത്തിലുള്ള ആ ഒരു ഇമ്മീഡിയറ്റ് ആൻസർ നമുക്ക് കിട്ടിയില്ലെങ്കിലും അത് കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ ഇരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്നത് അതുപോലെ സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്ന ഒരു ടീച്ചറാണെങ്കിൽ അതൊരു ഓർഡിനറി ടീച്ചറാണ്. അതേസമയം നിങ്ങളെ സ്വയം പേഷ്യൻസോടുകൂടി പേഷ്യൻസ് എന്താണെന്ന് മനസ്സിലാക്കിച്ച് തന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ തന്നെ സെൽഫ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ടീച്ചറാണ് ഏറ്റവും നല്ല ടീച്ചറായിട്ട് പറയുന്നത്. തത്വജ്ഞാനം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, തത് മീൻസ് ദാറ്റ്, ത്വം മീൻസ് മീ, ആൻഡ് ജ്ഞാന മീൻസ് നോളജ്. അത് ഞാൻ തന്നെയാണ് എന്നുള്ള നോളജ്. അതായത് ഈ കാണുന്നതെല്ലാം നമ്മുടെ പാർട്ട് തന്നെയാണ്. അതായത് ദൈവത്തിൻ്റെ പാർട്ടാണ് നമ്മളെങ്കിൽ ഈ കാണുന്ന മുഴുവൻ ദൈവത്തിൻ്റെ പാർട്ടാണ്, ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ തന്നെ പാർട്ടാണ്. അത് തന്നെയാണ് ഇത് എന്നുള്ള ജ്ഞാനം ഉണ്ടാക്കിയെടുക്കുക. എല്ലാം ഒന്നാണ്, വണ്ണസ്സിലാണ് എല്ലാവരും നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ബോധവാനാവുക. അതാണ് നമ്മൾ തത്വജ്ഞാനത്തിലൂടെ നേടേണ്ടത്. നിങ്ങളിവിടെ തുടങ്ങുന്നത് ചെറിയ ചെറിയ പാഠങ്ങളിലായിരിക്കും. ബേസിക് കാര്യങ്ങൾ പഠിച്ചാണ് നിങ്ങൾ ആരംഭിക്കുന്നത്. പിന്നെ തുടർന്നുള്ള അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരിക. അതിൻ്റെ ഒരു കാര്യം കേട്ടാൽ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്യണം. ആ ഒരു സ്വാധ്യായം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള പഠനം നടത്തി നിങ്ങൾ ആ ഒരു തത്വജ്ഞാനം കൊണ്ടുവരുത്തുക, ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ ഒരു തവണ വായിച്ചാൽ കിട്ടില്ല പലതും. അപ്പം നമ്മൾ ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കി ഓതൻറ്റിക് ആയിട്ടുള്ള ബുക്സ് റെഫർ ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും ആപ്തോപദേശങ്ങൾ നേടാനും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത് പറയേണ്ടത് നമ്മുടെ ഡിറ്റർമിനേഷനെ കുറിച്ചാണ്. നമുക്ക് വേണ്ട ഡിറ്റർമിനേഷൻ ആ ഒരു പോസിറ്റീവായിട്ട് തന്നെ, ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ എപ്പോഴും നിൽക്കാൻ ശ്രമിക്കുകയും ഇത് ഞാൻ നേടിയെടുക്കും എന്നുള്ള രീതിയിലുള്ള ആ ഒരു നിശ്ചയം എല്ലാവർക്കും വേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു ദൃഢനിശ്ചയം നമുക്ക് വരണമെങ്കിൽ എന്ത് കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും നമുക്കതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് എന്താണ്, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്, ഇവയെക്കുറിച്ചൊക്കെ ഒരു റിസർച്ച് നടത്തി അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഒരാൾക്ക് മാത്രമേ ഉള്ളിൽ നിന്ന് ആ ഒരു എനിക്കിത് നേടാൻ കഴിയും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വരുള്ളൂ. ലാസ്റ്റിൽ പറയുന്ന ആ ഒരു സാധക തത്വം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ജനസങ്കല്പത്തിൽ നിന്ന് മാറി നിൽക്കുക, പബ്ലിക് ഇൻറ്ററാക്ഷൻസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, പബ്ലിക്കലി നമ്മൾ കാണുന്ന പല കാര്യങ്ങൾ, അതായത് ഒരു കൂട്ടം കൂടിയിരുന്നിട്ട് ഈ ഒരു യോഗിക് പാത്തിലല്ലാത്ത ഒരാളാണെങ്കിൽ അവർ കൂട്ടം കൂടിയിരുന്നിട്ട് ചെയ്യാറുള്ള കാര്യങ്ങൾ പരദൂഷണം പറയുക, ഏഷണി പറയുക, കുറ്റങ്ങൾ പറയുക, ജഡ്ജ്മെൻറ്റലായിട്ട് സംസാരിക്കുക, കൂടുതലും ജഡ്ജ്മെൻറ്റ്സ് നടത്തുക, ഇതിനെ പറ്റിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു എനർജി ലെവൽ താഴേക്കാണ് വരുന്നത്. നമ്മൾ 10 പാപങ്ങൾ നമുക്ക് വാക്കുകൊണ്ട് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് ഈ പരദൂഷണം എന്ന് പറയുന്നത്. അപ്പം വേറൊന്നാണ് സൂചക വാക്ക് പറയുക, ആക്രോശിക്കുക. ഇതുപോലെ തന്നെ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് പരദൂഷണം പറയുക. അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് മെൻറ്റാലിറ്റി നമുക്ക് വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. ഇത്തരത്തിൽ പരദൂഷണം പറയാതിരിക്കാനും ജഡ്ജ്മെൻറ്റൽ മെൻറ്റാലിറ്റി ഒരാൾക്ക് വന്നു ചേരാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ജനസംഘ പരിത്യാഗം ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് പബ്ലിക് ഗ്യാതറിങ്ങളിൽ പങ്കെടുക്കാതിരിക്കണം എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഇവിടെ തെറ്റിദ്ധരിക്കാൻ ഒരു ചാൻസ് ഉള്ള കാര്യം, അപ്പോൾ ഇങ്ങനെ പബ്ലിക് ഗ്യാതറിങ്ങിന് പോവാത്ത ഒരാൾ ഐസൊലേറ്റഡ് ആയിട്ടാണോ ഇരിക്കേണ്ടത്? അങ്ങനെയല്ല. ഇതൊരു ഐസൊലേഷൻ ചെയ്യണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. സത്സംഗ് ഇവിടെ നമുക്ക് ഉപയോഗപ്പെടുത്താം. സത്സംഗ് എന്ന് പറയുന്നത്, സത്ത് എന്ന് പറയുന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യം, സംഘ് മീൻസ് കൂടിച്ചേരൽ. സത്യത്തിൻ്റെ ഒരു കൂടിച്ചേരൽ. നമ്മൾ ഒരിക്കലും ജഡ്ജ്മെൻറ്റലായിട്ട് ടോക്ക് വരില്ല, അവിടെ പരദൂഷണം കാര്യങ്ങളൊന്നും വരില്ല. ഒരു ഇവൻറ്റിനെ പറ്റി നമ്മൾ ഈ ഒരു പീപ്പിളിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നിൽക്കുന്നവരാണ് മറ്റ് ആൾക്കാരെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിന് കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു മീഡിയോക്കർ ലെവലിൽ നിൽക്കുന്ന പീപ്പിൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവൻറ്റ്സിനെ കുറിച്ച് സംസാരിക്കും, ഉണ്ടായ സംഭവങ്ങളെ പറ്റി, അവയൊക്കെ പറ്റി സംസാരിക്കുന്ന ആ ഒരു കൂടിച്ചേരലാണ് ഒരു മീഡിയോക്കർ പീപ്പിൾ ചെയ്യുന്നത്.
ഇനി ഹയർ ലെവലിലുള്ള അല്ലെങ്കിൽ നല്ല എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ഐഡിയാസ് ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഹയർ ലെവൽ പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആ ഒരു ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഐസൊലേഷൻ അല്ല. ഇത്തരത്തിലുള്ള ഒരു സത്സംഗിലാണ് നമ്മൾ പോയി ചേരുന്നതെങ്കിൽ എക്സ്പീരിയൻസ് പറയാം, നമുക്ക് സ്വന്തമായിട്ടുണ്ടായ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, ഐഡിയാസ് കളക്ട് ചെയ്യാം, നമുക്ക് ഈ ഒരു സമൂഹത്തിന് നല്ലത് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസ്, നമ്മുടെ ആ ഒരു സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടുള്ള ഐഡിയാസ്, ഇതൊക്കെ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യുക, ഒരു നല്ലൊരു വൈബ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നല്ലൊരു കൂടിക്കാഴ്ച നടത്തുക, യോഗ പ്രാക്ടീസ് ചെയ്യാം, യോഗയ്ക്കായിട്ടുള്ള മെഡിറ്റേഷൻ, ഗ്രൂപ്പ് മെഡിറ്റേഷൻസ് ചെയ്യുക, മൂമെൻ്റൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുക. അതായത് ഒരുമിച്ച് ആ ഒരു സെൽഫ് റിയലൈസേഷൻ യാത്രയിൽ പരസ്പരം സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സത്സംഗ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ജനസംഘ പരിത്യാഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐസൊലേഷൻ അല്ല. ഇതിനൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചിൽ തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ലൈക്ക് മെൻറ്ററുമായിട്ടുള്ള പ്രിയോറിറ്റൈസ് ടൈം സ്പെൻഡ് വിത്ത് മെൻറ്റേഴ്സ്, നമ്മളെ ഗുരുക്കന്മാർ, ഗുരു ശിഷ്യം, അങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ, അതിനെയൊക്കെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെൽഫ് സ്റ്റഡിക്ക് സഹായിക്കുന്ന, നമുക്ക് നമ്മുടെ യാത്രയിൽ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഘങ്ങളിൽ നമ്മൾ ചേരണമെന്നാണ് പറയുന്നത്. ഇനി ബാധക തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ജേണിയെ ബാധിക്കുന്ന, വഴിമുടക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇവയെല്ലാം ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് ഈ 6 പറയുന്നത്. ഒന്ന്, അതിഭുക്ത, ഓവർ ഈറ്റ് ചെയ്യുന്നത്. അതിപ്രയത്ന, ഓവർലി എക്സേർഷൻ ചെയ്യുന്നത്. അതിപ്രലാപ എന്ന് പറയുന്നത് ഓവർലി ടോക്കിംഗ് ചെയ്യുന്നത്. നിയമ അതിമാത്ര, അതായത് റൂൾസിനെ ഒരുപാട് അഡർ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ. ജനസംഘം, അതായത് ഈ പറഞ്ഞ പോലെ പബ്ലിക്കായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടീസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കൂടുതലും ഇൻവോൾവ് ആവുന്നത്. ചഞ്ചലത, ഫിക്കിൾ മൈൻഡ്, ഒരു ഉറച്ച തീരുമാനമില്ലാതെ ഫിക്കിൾ മൈൻഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ബാധക തത്വങ്ങളാണ്. ഇത് നമ്മുടെ ജേണിയെ ബാധിക്കുന്ന, ഇൻ്റർഫിയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്തരം ഒബ്സ്ട്രക്ഷൻസ് നമ്മൾ മാറ്റണം എന്നാണ് പറയുന്നത്. ഇത്തരത്തിലൊരു അതിഭുക്തമായിട്ടുള്ള ഒരു നേച്ചറാണെങ്കിൽ, ഓവർ ഈറ്റിംഗ് ആണ് നടത്തുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സ്ലഗ്ഗിഷ്നെസ് വരും, നമുക്ക് മടി വരും, മെൻ്റലി ഫിസിക്കലി ആ ഒരു മടിയും ഉന്മേഷമില്ലായ്മയും ഒക്കെ തോന്നും. അപ്പോൾ ആ ഒരു ഉന്മേഷത്തിന്, നമുക്ക് വേണ്ട എന്തൂസിയാസത്തിന് കെടുത്തുന്ന ഒരു സംഭവമാണ് അതിഭുക്തം എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ അതിഭുക്തം ചെയ്താൽ നമുക്ക് ഒബ്വിയസ്ലി വെയിറ്റ് കൂടും, നിങ്ങളതിനെ കോൺഫിഡൻറ്റ് ലെവൽ നിങ്ങളുടെ അത് കുറയ്ക്കുകയും ചെയ്യും. സോ നിങ്ങൾ ഒരിക്കലും ആ ഒരു അതിഭുക്തത്തിലേക്ക് പോവാതിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. അതിഭുക്തം ചെയ്യുന്നവരെ യോഗി എന്നല്ല, ഭോഗി എന്നാണ് പറയുന്നത്. സോ ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മൾ ഹെവി ഇരിക്കാതെ ശ്രദ്ധിക്കാൻ, നമുക്ക് അതിഭുക്തത്തിൽ നിന്ന് മാറി ചിന്തിക്കാം. ആ ഒരു ബാലൻസ് നമുക്ക് നഷ്ടപ്പെടുത്താൻ അതിഭുക്തം കാരണമാവുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ ഓവർ ഈറ്റിംഗ് ചെയ്യാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിപ്രയത്നം, ഒരുപാട് പേര് ആയാസകരമായിട്ട് യോഗാസന പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ആവശ്യമില്ല, കാരണം നമുക്ക് വേണ്ടത് പേഷ്യൻസ് ആണ്. ആ ഒരു പേഷ്യൻസ് വെച്ച് തന്നെ പതുക്കെ നമ്മുടെ ഓരോ ബോഡി പാർട്ട് അല്ലെങ്കിൽ ഓരോ തരത്തിൽ പതുക്കെ ബോഡിയെ വഴക്കി എടുത്താൽ മതിയാവും. അല്ലാതെ ഒരുപാട് സ്ട്രെണസ് ആയിട്ടുള്ള വർക്കൗട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരിക്കലും നമ്മുടെ ബോഡിയെ ടോർച്ചർ ചെയ്യാൻ പാടില്ല. നമ്മളൊരു കർമ്മയോഗയാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അവിടെ ഒരു എക്സേർഷൻ എന്ന് പറയുന്ന സംഭവം വരില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇൻ്റർവെൽസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലൊരു ബേൺ ഔട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ എപ്പോഴും ഒരേ ഒരു എനർജിയിൽ എന്തൂസിയാസത്തോടെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ഇൻ ബിറ്റ്വീൻ ഷോർട്ട് ബ്രേക്സ് അല്ലെങ്കിൽ ഹെൽത്തി ബ്രേക്സ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആ ഒരു ബ്രേക്സിൽ നമ്മൾ നമ്മുടെ കർമ്മത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ആ ഒരു ബ്രേക്കിൽ നല്ല രീതിയിൽ റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വേണം ആ ഒരു ഹെൽത്തി ബ്രേക്ക് എടുക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു സ്ട്രെണസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മുടെ ബോഡി പോകത്തുമില്ല, നമ്മൾ ആ ഒരു രീതിയിൽ ബേൺ ഔട്ട് ആവത്തുമില്ല. സോ ബാലൻസ് തെറ്റിക്കുന്ന വേറൊരു സംഭവം അതിപ്രലാപമാണ്. ഒരുപാട് സംസാരിക്കുന്നതാണ്. നമുക്ക് കിട്ടുന്ന ഐശ്വര്യം നമ്മൾ വാ വഴി അല്ലെങ്കിൽ നാക്ക് വഴി പുറത്തേക്ക് കളയുന്നു ഒരു ചൊല്ലുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ഐശ്വര്യം ഒരുപാട് പുറത്തേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. ആ ഒരു കാര്യത്തിനെ പറ്റി വാചാലനായിക്കൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ബാലൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ. അപ്പോൾ നമുക്ക് ആ ഒരു ഇന്നർ ഫോക്കസ് നഷ്ടപ്പെടും, നമ്മുടെ ആ ഒരു പ്രോഗ്രസ്സിനെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും.
അത് നിയമ അതിമാത്രയാണ്. അതായത് നമുക്ക് റൂള് ഉള്ളത് പാലിക്കാനാണ്. പക്ഷെ അത് ഒരുപാട് അടർ ചെയ്ത് നിൽക്കുന്നത് ഒരിക്കലും നല്ലതല്ല. ഫോർ എക്സാമ്പിൾ, പല കാര്യങ്ങളും മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ള ഓരോ നിയമങ്ങളും അന്നത്തെ കാലത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അന്നത്തെ കാലത്ത് അനുയോജിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു റൂളായി പറഞ്ഞതുകൊണ്ട് മാത്രം ഇപ്പോൾ കണ്ണടച്ച് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നന്മയേക്കാൾ തിന്മയാണ് ഉണ്ടാകുന്നത്. സോ ഒരു റൂള് പറഞ്ഞു വെക്കുമ്പോൾ ആ റൂളിന് പിന്നിലുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അതെല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു തിന്മയായിട്ട്, അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും തങ്ങൾക്കും സെൽഫായിട്ട് തന്നെ അതൊരു ദ്രോഹമായിട്ട് മാറാൻ കാരണമാകും. അത്തരത്തിൽ റൂൾസിനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നവർക്ക് ഒരു കണ്ടീഷനിങ് ആണ് വന്നു ചേരുന്നത്. മൈൻഡിന് ഒരു കണ്ടീഷനിങ് വന്നു ചേരും. അപ്പോൾ അവരൊരിക്കലും ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുകയില്ല. അത്തരം ഫ്ലെക്സിബിലിറ്റി ഇല്ലാതിരുന്നാൽ തന്നെ നമുക്ക് പുതിയ അറിവ്, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള അറിവ് മൈൻഡിലേക്ക് എടുക്കാൻ സാധിക്കില്ല, അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് തടസ്സമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്തത് പറയുന്നത് ജനസംഖ്യയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ജനസംഘത്തിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കണം, അല്ലെങ്കിൽ ആ ഒരു സത്സംഗത്തിൽ മാത്രം ചേരണം എന്നുള്ള രീതിയിൽ പറഞ്ഞതിൻ്റെ ആവശ്യകത തന്നെയാണ് ഇവിടെ ജനസംഘത്തിലും പറയുന്നത്. അടുത്തത് ചഞ്ചലാവസ്ഥ, അതായത് ഫിക്കിൾ മൈൻഡ്. അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു ചാഞ്ചാട്ടം, അല്ലെങ്കിൽ മങ്കി മൈൻഡ് എന്ന് പറയുന്നത് ആ ഒരു മൈൻഡിൻ്റെ സ്റ്റഡിനെസ്സിനെയും നമ്മുടെ ഫോക്കസിനെയും ഇല്ലാതാക്കുന്ന സാധനമായതുകൊണ്ട് നമ്മൾ ആ ഒരു ചഞ്ചലാവസ്ഥ മാറ്റിയെടുത്ത് ആ ഒരു സ്റ്റെബിലിറ്റി വരുത്തണമെന്നാണ് പറയുന്നത്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ആ ഒരു പ്രോഗ്രസ് കറക്റ്റാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒഴിവാക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതുമാണ്. ഹഠയോഗ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹഠയോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു 3 സ്റ്റേജിലൂടെയാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു 3 സ്റ്റേജിലൂടെയാണ്. ഫസ്റ്റ് വൺ, പ്രിപ്പറേറ്ററി സ്റ്റേജിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ക്ലെൻസിങ് ആണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഷഡ്കർമ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ആയുർവേദത്തിലും ഷഡ്കർമാസ് അല്ല, അതിൻ്റെ പോലെ തന്നെ നസ്യം എന്ന് പറയുന്ന ഷഡ്കർമ്മം, വസ്തി എന്ന് പറയുന്ന കർമ്മം, ഷഡ്കർമ്മങ്ങളിൽ ഒന്നായിട്ടുള്ള നസ്യം, അത് നമുക്ക് നേത്തി അതിൻ്റെ ഒരു ഉപയോഗമായിട്ട് കൂട്ടാൻ പറ്റും. എന്നിരുന്നാലും നസ്യം ആ ഒരു തരത്തിൽ പറയുന്ന ചികിത്സയല്ല ഇവിടെ പറയുന്നത്. നേസൽ കഞ്ചഷൻ ഇല്ലാത്ത സമയത്ത് നമുക്ക് സൈനസിനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നേത്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് സിമിലർ ടു നസ്യം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ വസ്തി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇൻഡസ്റ്റൈനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള 6 ഷഡ്കർമ്മങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ ഒരു ഷഡ്കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ക്ലെൻസിങ് ആണ്. ആ ക്ലെൻസിങ് പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് ആസന, പ്രാണായാമ, ബദ്ധാസ്, മുദ്രാസ് എന്നിവയൊക്കെ ചെയ്യാൻ പറയുന്നത്. അത് സെക്കൻഡായിട്ട് നമുക്ക് പറയാം. സെക്കൻഡ് സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോവാം. തേർഡായിട്ട് വരുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ബോഡീനെയും മൈൻഡിനെയും നല്ല പ്രിപ്പറേഷൻ കൊണ്ടുവരുത്തിയ ശേഷമാണ് രാജയോഗയിലേക്ക് കടക്കേണ്ടത്. അതായത് മെഡിറ്റേഷനിലോട്ടും ആ ഒരു ധ്യാനത്തിൽ മുഴുകി ആ ഒരു സമാധിയിലേക്കൊക്കെ നമ്മൾ പോവേണ്ടത്, രാജയോഗയിലോട്ട് എത്തേണ്ടത് തേർഡായിട്ട്, അതായത് ഈ 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ്. ഫസ്റ്റ് നമുക്ക് ബോഡിയുടെയും ആ ഒരു ബ്രെത്ത് കൺട്രോളും ഫൗണ്ടേഷനിലായിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ ഒരു ഹഠയോഗയുടെ പ്രാക്ടീസിൽ. ആദ്യം പറയുന്ന ക്ലെൻസിങ്ങിൽ വരുന്ന ആ ഷഡ്കർമാസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൗത്തി, വസ്തി, നേത്തി, ത്രാടക, നൗളി ആൻഡ് കപാൽവാതി. ദൗത്തി എന്ന് പറയുന്നത് സ്റ്റൊമക് ക്ലെൻസിങ് ആണ്. അതായത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ. 2 തരത്തിലുള്ള ദൗത്യമുണ്ട്, വസ്ത്ര ദൗത്യമുണ്ട്, വമന ദൗത്യമുണ്ട്. പിന്നെ പറയുന്നത് വസ്തിയാണ്, എനിമ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ലോവർ അതായത് ഇൻഡസ്ട്രീനൽ പാർട്ടിനെയൊക്കെ നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് വിബന്ധത്തിനാണ് അത് കൂടുതലും യൂസ് ചെയ്യാൻ നല്ലത്. ഇനി നേത്തി എന്ന് പറയുന്നത് നേസൽ ക്ലെൻസിങ്ങിനെയാണ് നേത്തി എന്ന് പറയുന്നത്. അതും 2 തരത്തിലുണ്ട്. സൂത്രനേത്തിയുണ്ട്, ജലനേത്തിയുമുണ്ട്. ജലം യൂസ് ചെയ്തിട്ടും കെത്തറ്റർ യൂസ് ചെയ്തിട്ടും ചെയ്യുന്ന നേസൽ ക്ലെൻസിങ് ആണ് അതൊക്കെ. ത്രാടക എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നാളം, ഒരു ദീപം കത്തിച്ച് വെച്ച് ആ ഒരു ഫ്ലെയിമിലേക്ക് ഗെയ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരൊറ്റ പോയിന്റ്, ഒരു ഡോട്ടിലേക്ക് ഗെയ്സ് ചെയ്യുക. മണ്ഡല പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് ഗെയ്സ് ചെയ്യുക. അത്തരത്തിൽ ഗെയ്സിങ് ചെയ്യുന്നതിനെയാണ് ത്രാടകം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് 2 തരത്തിൽ പറയാം. അന്തർത്രാടകം എന്നും പറയാം, ബഹിർത്രാടകം എന്നും പറയാം. കണ്ണ് തുറന്ന് നമ്മൾ പുറത്തേക്ക് തന്നെ ഒരു വസ്തുവിലേക്ക് അല്ലെങ്കിൽ ഫ്ലെയിമിലേക്ക് തന്നെ നോക്കുന്നതിനെ ബഹിർത്രാടക എന്ന് പറയും. കണ്ണിന് പ്രയാസം വരുത്താതെ തന്നെ
ആ ഒരു കണ്ണ് നിറയുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കണ്ണടച്ചിട്ട് ആ കണ്ട കാഴ്ച എന്താണോ അതിന് മൈൻഡിലേക്ക് കൊണ്ടുവന്ന് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഡോട്ടിലേക്ക്, മൈൻഡിലുള്ള ആ ഒരു ഡോട്ടിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെ അന്തർത്രാടക എന്ന് പറയുന്നു. ഇനി നൗളി എന്ന് പറയുന്നത് അബ്ഡോമിനൽ ചേണിങ് ആണ്. അബ്ഡോമിനൽ മസിൽസ് യൂസ് ചെയ്തിട്ട് ആ ഒരു മൂവ്മെൻറ്റ്, പ്രത്യേകം മൂവ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന അബ്ഡോമിനൽ ചേണിങ്ങിനെയാണ് നൗളി എന്ന് പറയുന്നത്. കപാൽഭാതിയെ നമുക്ക് പ്രാണായാമം എന്നും പറയാം. പ്രാണായാമത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കപാൽഭാതിയെ, ബിക്കോസ് നമ്മൾ ആ ഒരു ബ്രീതിങ്ങിനെ മോഡിഫിക്കേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് അത് പ്രാണായാമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കപാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കള്ളാണ്, ഭാതി മീൻ ഷൈനിങ്. അപ്പോൾ സ്കൾ ഷൈനിങ് എന്ന് പറയുന്നതിന് കാരണം ഈ ഒരു കപാൽഭാതി പ്രൊസീജിയർ ചെയ്യുമ്പോൾ പ്രാണായാമം പോലെ തന്നെയാണത്. നമ്മളൊരു ഇൻഹലേഷൻ എടുത്ത് എക്സലേഷൻ്റെ സമയത്ത് വയറുള്ളിലേക്ക് ടക്കിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിതമിക് ഇൻ്റർവെല്ലിലാണ് ഈ ഒരു പ്രക്രിയ നമ്മൾ ചെയ്യേണ്ടത്. ഇൻഹേൽ ഫുള്ളി എടുത്ത് എക്സേൽ ചെയ്യുന്ന സമയത്ത് ടക്കിൻ ചെയ്യുക. അങ്ങനെ റിതമിക്കായിട്ട് ടക്കിൻ ചെയ്ത് വരുമ്പോഴാണ് ആ ഒരു ഹാർട്ട് ബീറ്റ്, നമ്മുടെ ഹാർട്ട് ബീറ്റ് അത് ഇൻക്രീസ് ആവും. അപ്പർ ബോഡിയിൽ നിന്നുള്ള ആ ഒരു സർക്കുലേഷൻ തലയിലേക്ക് നല്ല സ്പീഡിന് എത്തപ്പെടും. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ ഈ കപാൽഭാതി ഒഴിവാക്കണം, അവർക്കത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത്തരത്തിൽ തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷന് ഇൻക്രീസ് ചെയ്ത് കൂട്ടി മുകളിലേക്കുള്ള ആ ഒരു എന്താ പറയുക, ഓക്സിജൻ സപ്ലൈസും കൂടുമ്പോൾ നമ്മുടെ ആ ഒരു സ്കള്ളിന് ഉണ്ടാകുന്ന ഷൈനിങ്, അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനിന് ഉണ്ടാകുന്ന ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ്റെ ഓക്സിജൻ സപ്ലൈയുടെ ആ ഒരു ആധിക്യത്തിനെയാണ് നമ്മൾ ഈ ഒരു സ്കൾ ഷൈനിങ് എന്ന് പറയുന്നത്. ഇതുവഴി നമുക്ക് ആ ഒരു ഭാഗങ്ങളെല്ലാം ക്ലെൻസ് ചെയ്യിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കപാൽഭാതി, നൗളി, ത്രാടക, നേത്തി, ബസ്തി, ദൗത്തി ഇതൊക്കെയാണ് ഷട്ട് ക്രിയാസ് എന്ന് പറയുന്നത്. ഷട്ട് മീൻസ് 6, ക്രിയ മീൻസ് കർമ്മം. രണ്ടാമത് പറയുന്നത് ആസന, പ്രാണായാമ, ബന്ധാസൻ, മുദ്രാസ്. ആസനാസ് പറയുന്നത് ഫിസിക്കൽ പോസ്റ്റേഴ്സാണ്. നമ്മുടെ ഹെൽത്തിനും സ്ട്രെങ്തിനും സ്റ്റെഡിനെസ്സിനും വേണ്ടിയിട്ടാണ് ആസന പറയുന്നത്. ഹഠയോഗ പ്രദീപികയിൽ തന്നെ നമുക്കിതിൻ്റെ റെഫറൻസസ് കാണാൻ പറ്റും. ഇതിൽ പറയപ്പെടുന്ന ഡിഫറെൻറ്റ് ഫാമിലീസിൽ പെട്ട ആസനാസിനെ പറയാൻ പറ്റും. ഇനി പ്രാണായാമം എന്ന് പറയുന്നത് ബ്രെത്ത് കൺട്രോളാണ്. പ്രാണൻ മീൻസ് ആ ബ്രീതിങ് ടെക്നിക്, ബ്രീതിങ്ങിനെയാണ് പ്രാണ എന്ന് പറയുന്നത്. നമ്മുടെ ഓക്സിജനെയും നമുക്ക് പ്രാണ എന്ന് വിലയിരുത്താം. ആയാമ മീൻസ് ആ ബ്രെത്തിനെ ഇലോങ്ങേറ്റ്. ആയാമ, ആ വേർഡിൻ്റെ മീനിങ് വരുന്നത് ഇലോങ്ങേഷൻ എന്നാണ്, ആയാമം ചെയ്യുക. അപ്പോൾ ആ ഒരു ബ്രെത്ത് കൺട്രോളിങ് അല്ലെങ്കിൽ ആ ഒരു ബ്രെത്ത് ഇലോങ്ങേഷനെ നമുക്ക് പ്രാണായാമം എന്ന് പറയാം, റെഗുലേഷൻ ഓർ കൺട്രോൾ ഓഫ് ബ്രെത്ത്. ബന്ധാസ് എന്ന് പറയുന്ന ലോക്ക് സിസ്റ്റമാണ്. ബോഡി ലോക്സിനെയാണ് ഈ ഒരു ബന്ധ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രാണിക് എനർജിയുടെ ഫ്ലോയാണ്. ആ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ നമുക്ക് ആ ഒരു പ്രാണിക് എനർജിയുടെ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ബന്ധാസ് പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കാം. മുദ്രാസ് എന്ന് പറയുന്നത് ജെസ്റ്റേഴ്സ് ആണ്. സോ ഇത്തരം മുദ്രാസിനെയും ബന്ധാസിനെയും പറ്റി ഗൈഡ് ലൈൻസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിരുന്നു. മുദ്രാസിന് പറയുന്നത് ജെസ്റ്റേഴ്സ് എന്നാണ്. കായമുദ്രയുണ്ട്, ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന മുദ്രയുണ്ട്, മനോമുദ്രയുണ്ട്, മനസ്സുകൊണ്ട് ചെയ്യുന്ന മുദ്രയുണ്ട്, ഹസ്തമുദ്രയുണ്ട്, കൈ കൊണ്ട് ചെയ്യുന്ന മുദ്രയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പ്യൂരിഫിക്കേഷൻ എടുത്ത ശേഷം, പ്യൂരിഫിക്കേഷനിൽ ആ മാസ്റ്റർ നേടിയ ശേഷമാണ് രാജയോഗിയിലേക്ക് കടക്കുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആ ഒരു ഐഡിയ പറഞ്ഞു വെക്കുന്നത്. ഹഠയോഗ എങ്ങനെയാണ് അതിൻ്റെ പാരമ്പര്യം പോകുന്നത്, എങ്ങനെയാണ് അത് പറഞ്ഞു വെക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യം പറഞ്ഞു. ഇതിൽ ബോധക തത്വത്തിനെയും ആ ഒരു സാധക തത്വവും നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് സാധക തത്വത്തിന് ഉറച്ചു നിൽക്കുക, ബോധക തത്വം ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഷട്ട് കർമാസിനെ കുറിച്ച് പഠിക്കാം.